ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണിത്. അതിനായി നമുക്ക് 1 കപ്പ് ശർക്കര എടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഉരുകാൻ വയ്ക്കാം. അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ചേരുവകൾ തയ്യാറാക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് അതിനെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് മാത്രം റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കണം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. റവ ചേർത്തിരിക്കുന്നത് കൊണ്ട് കൂടുതൽ വെള്ളം നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇത് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വെള്ളം ഇടയ്ക്ക് ചേർത്ത് കൊടുത്ത് നമുക്കതൊരു അയഞ്ഞ പരുവത്തിലാക്കി എടുക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. 1/2 മണിക്കൂർ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് തിക്കായിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് അയച്ചെടുക്കണം. ഇഡലിമാവിൻ്റെ അയവിൽ വേണം ഇത് കിട്ടാനായിട്ട്. നമുക്കിനി ചെറിയ കുഴിഞ്ഞ പാത്രങ്ങൾ ഒന്ന് നെയ്യ് പുരട്ടിയെടുക്കാം. ഏത് ഷേപ്പിലുള്ള പാത്രങ്ങളിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ പാത്രമൊക്കെ ഒന്ന് നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തേങ്ങ തൂകിയത് ചിരകി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ടും അതിൻ്റെ മീതെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി അത് സ്റ്റീമറിലേക്ക് വച്ചു കൊടുക്കാം. 15 മിനിറ്റ് കൊണ്ട് ഇത് നന്നായി വെന്ത് കിട്ടുന്നതാണ്. ബാക്കിയുള്ള മാവ് വേറൊരു വലിയ പാത്രത്തിലും വച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. ഓയിലൊക്കെ കൂടുതൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.